ഓ എന്നാ ആരവിടെ ചെക്കിങ്ങിന് വരുന്നത്? എന്തിനാ അറിഞ്ഞിട്ട് ആരെങ്കിലും ആയിക്കോട്ടെ, എന്തിനാ ഇപ്പം ഈ അറിയണത്? ഈ ഒന്നാമത്തെ ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ഈ കുതിര കയറിയിട്ട് ആണ് ഇപ്പം ആ രണ്ടാൾക്കാരനെ ഒരു കണക്ക് ഞാൻ പറഞ്ഞ് ഇതാക്കി ചെയ്തിട്ടാ. ആളെ മനസ്സിലാവായിട്ടല്ലേ? അപ്പം എന്തിനെനിക്ക് മനസ്സിലാക്കിയിട്ട് ഈ ആരോടും സംസാരിക്കണ്ട, അവിടെ ആരെങ്കിലും വന്ന് പോയിക്കോട്ടെ. എന്നാൽ തന്നോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഞാൻ സുഖത. പിന്നെ ഞാൻ എവിടെ പോയിരിക്കുക? കട തുറന്നല്ലേ എനിക്ക് പണിയുള്ളൂ. ഈ എവിടെയെങ്കിലും ഇരിക്കേ, ഈ വന്ന ആൾക്കാരെ നെഞ്ഞത്ത് കയറരുത്. ഈ ഒരു കാര്യം ചെയ്തേ, എന്നാ ഈ പോയിട്ടൊരു ചായ കുടിച്ചിട്ട് വാ. ചായ കുടിച്ചിട്ട് വാ. എന്നാലും ആളാരെ വരുന്നത് നോക്കിയിട്ട് പോവാ. ആ കാശിന്റെ എനിക്ക് ചായ കൊടുക്കണ്ട. കാശ് ഈ കോയ ആരാണ്? കോയ ഞാനാണ്. ഞാൻ കൊമേഴ്സ്യൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അതെന്ത് ഡിപ്പാർട്ട്മെന്റാ? വാണിജ്യ നികുതി വകുപ്പ്. അങ്ങനെ ഒരു വകുപ്പുണ്ട്, അതേതാ? അത് ഒരാട് വരുമ്പോ എന്റെ വായ കുത്തി സംസാരിക്കണത്. നിങ്ങള് എന്താ മാഡം? നിങ്ങളുടെ കട ഏതാ? കട തന്നെയാണ് ഈ കാണുന്നത്. പടക്കങ്ങളൊക്കെ എവിടെ? പടക്കങ്ങള് അത് കൊണ്ടുവരാൻ പോണല്ലോ, കൊണ്ടുവന്നിട്ട് വേണോ? ഓ, എവിടുന്നാ കൊണ്ടുവരുന്നേ? ഞങ്ങള് ശിവകാശിന്ന്. അത് ശരി. അപ്പൊ ടാക്സ് വെട്ടിക്കാനുള്ള പരിപാടിയാണല്ലേ? എന്താ എന്റെ മാഡം, ഇതില് വെട്ടിപ്പും തട്ടിപ്പൊന്നും ഇല്ല. ഇതിപ്പോ പടക്കല്ല, പൊട്ടിക്കാന്നല്ലാതെ വേറെ അതിലൊരു തട്ടിപ്പുമില്ല. എന്തായാലും മേടിക്കണ ബില്ലുകളൊക്കെ ഒന്നുപോലും കളയാതെ ഓഫീസിൽ കൊണ്ടുവന്ന് കാണിക്കണം. ഓ, പിന്നെ ഈ പടക്കങ്ങളൊക്കെ എങ്ങനെയാ കൊണ്ടുവരാൻ പോണേ? അപ്പൊ എങ്ങനെ കൊണ്ടുവരണ്ട് നിങ്ങൾ പറഞ്ഞു തന്നാ മാതിരി കൊണ്ടുവരാ. ബസ്സിൽ കൊണ്ടുവരരുത്. കാർ വിളിക്കണ്ടോ? അതെ, ഈ എൻജിന്റെ അടുത്തൊന്നും വെക്കരുത്. ഫുൾ പ്രൊട്ടക്ഷനോട് കൂടി വേണം കൊണ്ടുവരാൻ. പോലീസിനെ വിളിക്കണം. ഇയൊന്നും മിണ്ടായിരിക്കണ്ട ഈ സുഖത. പക്ഷെ അതല്ല, സുരക്ഷ ഉറപ്പാക്കണം എന്നാ ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചെക്ക് പോസ്റ്റിൽ ക്ലിയറൻസ് ഒക്കെ നടത്തണം. അതെ, അവിടെ എത്ര പേരുണ്ടാവും? അവിടെ ഒരു 7-8 പേരൊക്കെ കാണും. ഈ കച്ചവടം വേണ്ടായിരുന്നു അല്ലേ? പിന്നെ പാൻ നമ്പർ ഉണ്ടോ? അതായത് ഇൻകം ടാക്സിന്റെ പാൻ കാർഡ് നമ്പർ വേണമെങ്കിൽ എടുക്കാം നമുക്ക്. പിന്നെ ടിൻ. ടിന്നൊരു 5-8 ഇല്ലേ? പഴയതില്ലേ ഇവിടെ? ഒക്കെ കൊടുത്തില്ല, അത് പീടിക കുട്ടിയപ്പോ കൊടുത്തില്ലേ? അതൊന്നും അല്ല, ടിൻ നമ്പർ ഉണ്ടോന്ന്. അതിന് നമ്പറും ഉണ്ടായിരുന്നോ? നമ്പർ എടുക്കാം നമുക്ക്, ഇനി വേണമെങ്കിൽ എടുക്കാലോ. അല്ല, ഇതിനു മുമ്പ് നിങ്ങൾ എന്ത് ബിസിനസ് ആയിരുന്നു ചെയ്തോണ്ടിരുന്നേ? ഇവിടെ ഒരു മുറുക്കാൻ കച്ചവടം ആയിരുന്നു മാഡം. ഓ, അത് ശരി. അതിന്റെ ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടോ? ഇവിടെ ഈ കാശ് തരാനുള്ളവരുടെയൊക്കെ പേരും ഒക്കെ എഴുതി വെച്ച ഒരു പുസ്തകമേ ഉള്ളൂ. അതൊക്കെ ഓഡിറ്റ് ചെയ്തിരുന്നോ? ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇനി വല്ലതും ചെയ്തിട്ടുണ്ടോ? ഞാനും ചെയ്തിട്ടില്ല. ഇല്ല, ഒന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങള്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പേപ്പറുകളൊക്കെ വേണം. അല്ല, ആ പേപ്പറൊന്നും ഇപ്പൊ ഇവിടെ ഉണ്ടാവില്ല. ഇല്ലാത്ത പേപ്പറിന് മാഡത്തിനൊന്ന് വന്ന് കണ്ടാ പോരെ? അതിന് വേറെ പേപ്പർ മാഡത്തിന് തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ആയിക്കോട്ടെ, അത് ഞങ്ങള് ശരിയാക്കാം. നമ്മുടെ ആളെന്നെ. ആയിക്കോട്ടെ, അപ്പൊ കൺസെന്റ് കിട്ടും. അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ. സന്തോഷം. മാഡം നാരങ്ങ വെള്ളം എടുക്കട്ടെ? പോയിട്ട് നാരങ്ങ വെള്ളം കുടിച്ചോട്ടാ.